ചങ്ങായിമാരെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു തേപ്പ് കഥയെ കുറിച്ചിട്ടാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. അത് തേപ്പ് കഥ തന്നെ ആവാനാണ് ചാൻസ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കൊറിയൻ ഫ്രണ്ടിനൊക്കെ ഇത്ര ദാരിദ്ര്യമുണ്ടോ കേരളത്തിലെ ഒരു പെണ്ണിനെ നോക്കാൻ വേണ്ടിയിട്ട്? അതാണ് ഒന്നും നോക്കാതെ ചാറ്റ് ചെയ്യുന്ന ഈ ചെറിയ പെമ്പിള്ളറുടെ കാര്യമാണ് നമ്മൾ ഇനി പറയേണ്ടത്. കാരണം എന്ന് വെച്ചാൽ വീട്ടുകാരെയും അതേപോലെ തന്നെ പഠിപ്പും ഒക്കെ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഇൻവോൾവ് ആയിട്ട് മാറിയിട്ട് അവസാനം ഒന്നുമല്ലാത്തൊരവസ്ഥ. പഠിപ്പ് കഴിഞ്ഞാൽ എന്തായാലും ഒരു ജോലി നോക്കുമല്ലേ വേണ്ടേ? ഇത് ജോലി നോക്കുന്നതിന് മുന്നേ തന്നെ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു പഠിക്കുമ്പം തന്നെ. ഞാൻ പറഞ്ഞില്ലേ, എന്ന് വെച്ചാൽ ഇവിടെയാണെന്ന് വെച്ചാൽ നാട്ടിലുള്ള പിള്ളേർ വേണ്ട, ചാറ്റിങ്ങിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരുത്തനെ മതി. അപ്പോൾ കൊറിയൻ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇപ്പം ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഉള്ള ഈ ഒരു കാലത്ത്, ഈ ഒരു ജനറേഷനിൽ നമുക്ക് ആരെ വേണ്ടിക്കലും പറ്റിക്കാം. പക്ഷേ ഒരുപാട് ആമ്പിള്ളേർ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ഇതേപോലെ എന്നാ പറയണ്ടേ, മലയാളീസിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ മറ്റു പല ഭാഷകളിൽ നിന്ന് ചാറ്റ് ചെയ്യും. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇതേപോലെ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചിട്ടാണ്. കാരണം കൊറിയൻ ഒന്നും പഠിച്ചെടുക്കാനൊന്നും ആർക്കും ഇവിടെ കഴിയൊന്നുമില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ പാവപ്പെട്ട പെൺകുട്ടികളെ വലയിലാക്കിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാം. നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് എന്നാ പറയണ്ടേ, സെക്സ് റാക്കറ്റ് പോലെയുള്ള ഇതിലേക്കൊക്കെ മാറ്റിയിട്ട് അവരെ മയക്കുമരുന്നിനൊക്കെ അടിമയാക്കാനൊക്കെ നേരിട്ട് പോയിട്ട് കണ്ടിട്ടൊക്കെ ഓരോന്ന് കലർത്തി കൊടുത്തിട്ടൊക്കെ അറിയാം. ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതേപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് വേറെ തലയിലാവുന്നതെന്ന് കാണുമ്പം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മരിച്ചു എന്നൊക്കെ പറയുന്നത്. പോലീസ് അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇവിടെ നിന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു നീണ്ട നിരയായിട്ടുള്ള കത്തുകളൊക്കെ എഴുതി വെച്ചിട്ടാണ് ആ പെൺകുട്ടി മരിച്ചത്, ഇംഗ്ലീഷിലൊക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ആമ്പിള്ളേർക്ക് എന്താ പറയേണ്ട ഒരു ദാരിദ്ര്യമില്ല. എന്നിട്ടും കൊറിയ, മറ്റേ ഇറ്റലി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങോട്ടൊക്കെ പോയി ചെന്നാൽ ഇതായിരിക്കും അവസ്ഥ. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ, ഇത് എവിടെ നിന്നാണ് ലോഗിൻ ചെയ്തതെന്നൊക്കെ ട്രാക്ക് ചെയ്തിട്ട് അതൊരു മലയാളിയാണെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. മലയാളിയോ അല്ലെ തമിഴന്മാരോ അവരൊക്കെയാണ് ഇതിന് മെയിനായിട്ട് മുന്നിട്ടിറങ്ങുന്നത്. അപ്പോൾ ഇത് ട്രൂ ലവ്വാന്ന് കരുതിയിട്ട് ചില പെൺകുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിലൊക്കെ കൊടുത്തിട്ട് നിൽക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി വളരെ ഒരു പാവമായതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ കുറച്ച് മനക്കട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള തേപ്പ് ടൈപ്പുകളാണെങ്കിൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. കാരണം അവരിങ്ങനെ തേച്ചുകൊണ്ടേയിരിക്കും, ആൾക്കാരെ തേച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ചതിക്കുന്നവരായിരിക്കും കൂടുതൽ കാലം ജീവിക്കുക. നിങ്ങൾക്ക് മനസ്സിലാക്കാം, ചതിക്കുന്നവർ കൂടുതൽ കാലം ജീവിക്കും. അവർക്ക് ആ ഒരു പണിയായിട്ട് മുന്നോട്ട് പോകാനായിരിക്കും താല്പര്യം.